എന്തിനേയും അളക്കാൻ കഴിയും. നിങ്ങളിലെ ആത്മീയതയെ അളക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ആത്മീയതയുടെ ഗുണം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അളക്കാനുള്ള അളവുകോലിന്റെ പേരാണ് ആത്മീയ ഗുണാങ്കം, സ്പിരിച്വൽ കോഷ്യന്റ്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പറയുന്നത് എങ്ങനെയാണ്? സ്പിരിച്വൽ കോഷ്യന്റ് ബിൽഡ്സ് എ പർപ്പസ്ഫുൾ, കോൺഷ്യസ് ആൻഡ് സസ്റ്റൈനബിൾ ലൈഫ്. ആത്മീയ ഗുണാങ്കം അത് മതപരതയുടെ അളവല്ല, മറിച്ച് ജീവിതത്തിന്റെ അർത്ഥം തിരിച്ചറിയാനും സ്വയം അതിജീവിക്കാനും മറ്റുള്ളവരോടും പ്രകൃതിയോടും സമഗ്രമായി ബന്ധപ്പെടാനുമുള്ള മനുഷ്യന്റെ ശേഷിയാണ്. ആത്മീയ ഗുണാങ്കം ഉയരുമ്പോൾ വ്യക്തത, കരുണ, ഉത്തരവാദിത്വം, വൈകാരിക പക്വത, സുസ്ഥിര ജീവിത ശൈലി എന്നിവ വളരും. ജീവിതത്തിന്റെ യഥാർത്ഥ വിജയവും സംതൃപ്തിയും ഈ ഗുണാങ്കത്തിന്റെ വളർച്ചയിലൂടെയാണ് കൈവരിക്കുന്നത്. ഇതാണ് ഇന്നത്തെ വിഷയം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മള് സാമാന്യീകൃത ആത്മീയതയെക്കുറിച്ച് സംസാരിച്ചു. സാമാന്യമായ ജനറലൈസ്ഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റി, എല്ലാ ജീവജാലങ്ങളിലും എല്ലാ മനുഷ്യരിലും കാണുന്ന ആത്മീയത, അതെന്താണ് എന്നുള്ളതിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ആ സാമാന്യമായിട്ടുള്ള ആ ആത്മീയ ഗുണം ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അത് എങ്ങനെ മനസ്സിലാക്കാം, അതെങ്ങനെ ഇല്ലെങ്കിൽ അതെങ്ങനെ വളർത്താം, അല്ലെങ്കിൽ അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. അത് ആത്മീയ ഗുണാങ്കം എന്ന് പറയുന്നത് ഒരു ജീവിതത്തെക്കുറിച്ചുള്ള അർത്ഥബോധം നമുക്കുണ്ടോ എന്നുള്ളതാണ്. സ്വയം അതിജീവിക്കാനുള്ള കഴിവ്. നമുക്ക് ഈ ജീവിതത്തിൽ എപ്പോഴും വരുന്ന പ്രശ്നങ്ങളുടെ ഏറ്റവും വലിയ തടസ്സം എന്ന് പറയുന്നത് നമ്മുടെ ബിലീഫ് സിസ്റ്റം, നമ്മുടെ പാറ്റേണുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോ അത് വളർത്താനുള്ള ആ ഗുണത്തെയാണ് നമ്മൾ ഗുണത്തിന്റെ മാനകത്തെയാണ് നമ്മൾ ആത്മീയ ഗുണാങ്കം എന്ന് പറയുന്നത്. സമഗ്ര ബോധ്യമുള്ള ഒരു ജീവിതമാണ് ആത്മീയ ഗുണാങ്കമുള്ള ഒരു വ്യക്തിയിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുക. അവരുടെ തീരുമാനങ്ങളിലെല്ലാം വളരെ മൂല്യവത്തായിരിക്കും, മൂല്യാധിഷ്ഠിതമായിരിക്കും. ഇതിന് മതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. മതങ്ങളിലൂടെ ഈ ആത്മീയ ഗുണാങ്കത്തിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പൊ യോഗികളുടെ കാര്യങ്ങളായിക്കോട്ടെ, സൂഫികളുടെ കാര്യങ്ങളായിക്കോട്ടെ, അതല്ലെങ്കിൽ നല്ല വളരെ ശക്തമായിട്ടൊരു മത സംവിധാനത്തിലൂടെ ജീവിക്കുന്നവരിൽ പലരിലും ഈ ആത്മീയ ഗുണാങ്കം കണ്ടെത്താൻ നമുക്ക് പറ്റും. പക്ഷെ മതമല്ല ഇതിന്റെ അടിസ്ഥാനം. മതത്തിൽ തന്നെയുള്ള ആളുകൾ ഇതിന് നേരെ എതിർ ദിശയിൽ തീവ്രവാദവും മറ്റുള്ളവരോടുള്ള വെറുപ്പും ഒക്കെ വിന്യസിക്കുന്നവരുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ മതമല്ല ഇതിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഇങ്ങനൊരു ഒരു അവസ്ഥ ഉണ്ടാകേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോ ജീവിത ലക്ഷ്യം എന്നുണ്ടല്ലോ, ജീവിത ലക്ഷ്യത്തിന് കൃത്യമായിട്ട് വ്യക്തത വേണം. നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തത വേണം. അത് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് കൃത്യമായിട്ടുള്ള ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാമായിട്ടുള്ള സ്റ്റേറ്റ് വേണം. ഈ മനസ്സും നമ്മളെ മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മളും മറ്റുള്ളവരും നമ്മൾ പരിസരവും തമ്മിലുള്ള ആ ബന്ധങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു എന്താ പറയാ മെച്യൂരിറ്റി, പക്വത ഉണ്ടാവണം. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പാകത്തുള്ള ഒരു ജീവിത പദ്ധതി നമുക്കുണ്ടാവും. അത് ഉണ്ടാകണമെങ്കിൽ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്നുള്ള അവസ്ഥയിൽ നിന്നും നമ്മൾ എന്നുള്ള, അല്ലെങ്കിൽ എല്ലാവരും എന്നുള്ള ഒരു അവസ്ഥയ്ക്ക്, നമ്മൾ എല്ലാവരും കൂടെ ചേർന്നത് എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ഉള്ളിൽ നിന്നും ഉണ്ടാവണം. നമ്മളത് ചിന്തിച്ചു കൂട്ടിയിട്ട് കാര്യമില്ല, ഉള്ളിൽ നിന്നും ഉണ്ടാവണം. ഇപ്പോ സാധാരണ രീതിയിൽ നമ്മൾ ഈ തൊഴിലിന് പോകുമല്ലോ. ആ തൊഴിലിന് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? എനിക്കെന്ത് കിട്ടും? നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഓക്യുപ്പേഷൻ എന്ന് പറയും, നമ്മളെ ജീവിതത്തെ എൻഗേജ്ഡ് ആയിട്ട് നിർത്തുന്ന സമയത്ത് അതിൽ നിന്നും എനിക്ക് എന്ത് കിട്ടും എന്നുള്ളതിന് പകരം ഞാൻ എന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നത് ആയിരിക്കണം അവിടുത്തെ ഒരു ആവശ്യമായിട്ട് ഉണ്ടാവുക. ജയിക്കണം എന്നുള്ളതിന് പകരം ഞാൻ ഉപകാരപ്പെടണം, എനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടണം എന്നുള്ളതായിരിക്കും. അതുകൊണ്ട് ഫലമുണ്ടാണ്, അതുകൊണ്ട് ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ളതായിരിക്കും ഈ ആത്മീയ ഗുണാങ്കം ഉണ്ടെങ്കിൽ സംഭവിക്കും. അവരുടെ പെരുമാറ്റത്തെ കുറിച്ചുള്ള ഒരു രീതി നോക്കുകയാണെങ്കിൽ ആത്മീയ ഗുണാങ്കം ഉള്ളവരെ കാണുന്നത് ഈ നമ്മൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിൽ നമ്മള് സഡൻ റെസ്പോൺസ് എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതിനു പകരം ബോധപൂർവമായ മറുപടി. എന്തിനാണ്
നമ്മുടെ മുന്നിൽ ഒരു കാര്യം സംഭവിക്കുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം കേൾക്കുന്നു. ആ കേൾക്കുന്നതിനോട് നിന്നിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിന് പകരം എന്താണ് അതുകൊണ്ട് ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ സാഹചര്യം ഉദ്ദേശിക്കുന്നത് എന്താണ്, അല്ലെങ്കിൽ പ്രകൃതി ഉദ്ദേശിക്കുന്നത്, അത് ബോധ്യപ്പെട്ടുകൊണ്ട് ഉള്ള മറുപടി. ഞാൻ എന്നുള്ള അവസ്ഥ മാറിയിട്ട് ഈ സാഹചര്യം, പ്രകൃതിയുടെ ഈ സംവിധാനം എന്താണ് എന്റെ ഉള്ളിലേക്ക്, എന്റെ മുന്നിലേക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ഒരു പ്രതി നിലകൊള്ളല്, റെസ്പോൺസ് ചെയ്യല് എന്നുള്ളത് ഈ ആത്മീയ ഗുണാംഗമുള്ളവരുടെ പ്രത്യേകതയാണ്. പിന്നെ ഈ കൺസ്യൂമേഴ്സിന്റെ ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഈ കൂടുതൽ എന്തും യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പോ നമ്മൾ ഈ GDP ഒക്കെ പറയുന്ന സമയത്ത് പറയാറുണ്ട് അവരുടെ പർച്ചേസിംഗ് പവർ കൂടിയെന്ന്. പർച്ചേസിംഗ് പവർ കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതും വേണ്ടതിലധികം ഉള്ളതെല്ലാം വാരിക്കൂട്ടുന്ന ഒരവസ്ഥ. അതാണോ? അതിനു പകരം ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ആവശ്യത്തിന് വേണ്ടി ജീവിക്കുക. ആ ആവശ്യം, പർപ്പസ് എന്താണോ പർപ്പസിന് വേണ്ടി ജീവിക്കുക, ആവശ്യത്തിന് മാത്രം ജീവിക്കുക. അപ്പൊ വേണ്ടാത്തതെല്ലാം വാങ്ങിക്കൂട്ടേണ്ട കാര്യമില്ല. ആരെങ്കിലും പറയുന്നതനുസരിച്ച് നമ്മൾ മാറേണ്ട കാര്യമില്ല. ആരെങ്കിലും പറഞ്ഞത് കേട്ട് മാറുന്നത് പലപ്പോഴും ഇങ്ങനെയാണ്, ഭയത്തെ ആധാരമാക്കിയിട്ട് നമ്മൾ എന്തിനെങ്കിലും കണ്ട് ഭയക്കുന്നു, ആ അസുഖം വരുമെന്ന് ഭയക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ആവശ്യമില്ലെങ്കിൽ എന്നുള്ള ഭയക്കുന്നു. അത് ആ പെയിൻ പോയിന്റിനെ പോക്ക് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് നടക്കുന്നത്. ഈ ഉപഭോഗ സംസ്കാരം ഇത് ചെയ്യുന്നത്. അത് കണ്ട ഉടനെ റെസ്പോണ്ട് ചെയ്യല, അത് കണ്ടു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ പലപ്പോഴും വായിക്കുന്നത്. മാർക്കറ്റിംഗിന്റെ ടെക്നിക്ക് തന്നെ അതാണ്. അതിന് പകരം ഈ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന സമയത്ത് എന്താണ്, അത് ഭയത്തെ ആശ്രയിച്ചല്ല, എനിക്ക് എന്തു വേണം എന്നതിനെ കുറിച്ചുള്ള വിശ്വാസം, എന്റെ ജീവിതത്തിന്റെ പർപ്പസിനെ കുറിച്ചുള്ള വിശ്വാസം, ആ വിശ്വാസത്തെ ആശ്രയിച്ചുള്ള ജീവിതം എന്നുള്ളത്, ഭയത്തെ അല്ല, വിശ്വാസം, അവനവന്റെ വിശ്വാസം. അത് എന്ത് വിശ്വാസമായിക്കട്ടെ. ഇപ്പൊ വിശ്വസിക്കരുത്, ഞാൻ വിശ്വാസിയല്ല എന്ന് പറയുന്ന ശാസ്ത്ര വിശ്വാസികളും വിശ്വാസത്തെ ആധാരമാക്കിയെടുക്കുന്നത്. ആ വിശ്വാസത്തിന്റെ ആശ്രയിച്ച ജീവിതമായിരിക്കണം ഉണ്ടാകുന്നത്. അതായത് ഞാൻ വേറെ എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്നും ജീവിതത്തിന്റെ വലയത്തിന്റെ ഭാഗമാണ് എന്നുള്ള ഒരവസ്ഥ. അപ്പൊ നമ്മള് രണ്ട് വ്യക്തികൾ, ദമ്പതികൾ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ ഞാൻ നീ എന്നുള്ള ആ ഒരു ഫൈറ്റ് ഉണ്ടാകാറുണ്ടല്ലോ. രണ്ട് വ്യക്തികൾ, രണ്ട് സാഹചര്യങ്ങൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നീ എന്നുള്ളത് വേറെയാണ്. അതിനു പകരം ഞാൻ ഈ ജീവിത മണ്ഡലത്തിന്റെ, ജീവിത വലയത്തിന്റെ ഭാഗമാണ്, നമ്മളൊന്നാണ്, നമ്മൾ ഇവിടുത്തെ ഒരുമിച്ച് ജീവിക്കുന്നവരാണ് എന്നുള്ളതിൽ ആ പരസ്പരം കരുതലിന്റെ ഭാഗമായിട്ട് നമ്മൾ ഏത് നിമിഷവും നമുക്ക് പെരുമാറാൻ കഴിയുന്ന സമയത്താണ് ആത്മീയ ഗുണാംഗം എന്നുള്ളൊരവസ്ഥ കൃത്യമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ ഇത് വളരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം വേണ്ട സ്വയം നിരീക്ഷിക്കണം. ഞാൻ എന്ത് പറയുന്നു, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എന്ത് കാണുന്നു, ഞാൻ ഇങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്, എനിക്ക് കാര്യങ്ങൾ എത്ര വിസ്തൃതിയിൽ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് എന്തിനെല്ലാം അതിനകത്തേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്, ഓൾ ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ഒരവസ്ഥ എങ്ങനെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് സ്വയം നിരീക്ഷിക്കാൻ പറ്റണം. ഇതിന് നമുക്ക് ഈ സ്വയം പരിശോധന, ആത്മപരിശോധന ഉണ്ടാവണം. ആ ആത്മപരിശോധന നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ വ്യാപൃതമാകുന്ന ചിന്താ പദ്ധതിയിൽ നിന്നും മാറി നിൽക്കണം. അത് നിശ്ചിന്തനമാണ് ആവശ്യം. ധ്യാനം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിന് സഹായിക്കും. അല്ലെങ്കിൽ അതിൽ തന്നെ ആത്മമനനം എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ പോകേണ്ടി വരും. അപ്പൊ ധ്യാനത്തിന്റെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ പരിശോധന നടത്തുന്നു. അതിനുശേഷം നമ്മൾ നിശ്ചലതയിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള പരിശീലനങ്ങൾ നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ അകത്തേക്ക് മാത്രം പോയാൽ മതി. അകത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്തിനാ? പ്രകൃതിയാണ്, അവനവന്റെ പ്രകൃതിയാണ്. അവനവന്റെ പ്രകൃതി എന്തിന്റെ ഭാഗമായിരിക്കുന്നു, ആ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം നമ്മൾ നിലനിർത്തുന്നുണ്ട്. പ്രകൃതിയിലേക്ക് നമ്മളെ ശരീരത്തെ, മനസ്സിനെ, ബോധത്തെ നമ്മൾ എക്സ്പോസ് ചെയ്ത് നിർത്തണം. അത് മാത്രമല്ല, നമ്മുടെ ബോധത്തെ എക്സ്പോസ് ചെയ്താൽ മാത്രമല്ല, നമ്മുടെ കർമ്മങ്ങളെ എക്സ്പോസ് ചെയ്യണം. അതായത് എന്റെ ശരീരത്തിന് വേണ്ടി ഞാൻ എന്തു ചെയ്യുന്നുവോ അത് തന്നെ ഞാൻ എന്റെ ശരീരത്തിന് വെളിയിലുള്ള എന്നെ എന്ന് വെച്ചാൽ അത് ഏത് രൂപത്തിലാണ്? അപരൻ എന്നുള്ള രൂപത്തിൽ. ആ അപരനു വേണ്ടിയുള്ള ധർമ്മം ചെയ്യുന്നു. ഇപ്പൊ എന്റെ ശരീരത്തോട് ചെയ്യുന്നത് തന്നെ പുറത്തേക്കും ചെയ്യുന്നു എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സേവനം എന്ന് പറയുക. ആ സേവനം എന്നുള്ളൊരവസ്ഥയിലേക്ക് പോകുന്നു. അപ്പൊ സേവനം ചെയ്ത് ജീവിക്കുന്ന സമയത്ത് എനിക്ക് ആ 1-to-1 എന്റെ ചുറ്റുമുള്ള കാര്യങ്ങളോട് ചേർന്നുകൊണ്ടുള്ള 1-to-1 ഇന്ററാക്ഷനിലാണ് ഞാൻ ജീവിക്കേണ്ടത്. അവിടെ അനുചിതമായ വസ്തുക്കൾക്കോ അനുചിതമായ കാണിച്ചുകൂട്ടലുകൾക്കോ ഒന്നും ഒരു സ്ഥാനമില്ല. അവിടെ നമ്മൾ ജീവിതത്തെ ഏറ്റവും ലളിതമാക്കണം. ആ ലളിത ജീവിതം എന്നുള്ളൊരു അവസ്ഥ ഉണ്ടാവണം. ഇവയോടെല്ലാം, ആ ലളിതമായി ജീവിക്കുന്ന സമയത്ത് എന്തിനോടെല്ലാം ഞാൻ സേവന ബദ്ധനായി ഞാൻ ജീവിക്കുന്നുവോ, എന്തിനോടെല്ലാം ഞാൻ ചേർന്നിണങ്ങുന്നു, എന്റെ ബോധം കൊണ്ട് ചേർന്നിണങ്ങുന്നുവോ അതിലേക്ക് എന്റെ ഈ അകത്തെ ചേർത്ത് വെക്കണം. അതിനോട് എന്താ പറയാ, ഇന്ററാക്റ്റീവ് ആയിട്ടിരിക്കണമെങ്കിൽ അത് തരുന്നതിനെ സ്വീകരിക്കാൻ പാകത്തിലുള്ള ഒരു കൃതജ്ഞതാ പദ്ധതി നമ്മുടെ ഉള്ളിൽ, കൃതജ്ഞതാ പരിശീലനം നമ്മൾ നടത്തണം. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളെ ഡീപിക്കോളജിക്കലി നമ്മൾ ജീവിക്കാൻ പറയുന്ന ആ ഒരു ജീവിത രീതി ഉണ്ടല്ലോ,
നേരത്തെ വർഗീസ് ചേട്ടൻ പറഞ്ഞിട്ടുള്ള ജീവിതം തന്നെ സാധനയാക്കണം എന്നുള്ളൊരവസ്ഥ, അതുപോലെ തന്നെ നവഗോത്ര സംസ്കാരം എന്നുള്ളൊരവസ്ഥ, ഇത് പരിശീലിച്ചാൽ സ്വാഭാവികമായിട്ടും ആത്മീയ ഗുണാംഗം വളരുകയാണ് ചെയ്യുക. ഈ നമുക്ക് ആത്മീയ ഗുണാംഗം ഉണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ പരിശോധിക്കുക? നമുക്ക് ആത്മനിരീക്ഷണം നടത്തുന്ന സമയത്ത് അഹം കുറയുന്നുണ്ടോ എന്നുള്ള കാര്യം നിരീക്ഷിക്കുക നല്ലപോലെ. നമ്മുടെ ഉള്ളില് സഹാനുഭൂതി വർദ്ധിക്കുന്നുണ്ടോ? അപരനെ കാണുന്ന സമയത്ത്, മറ്റു ജീവികളെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ സഹാനുഭൂതി വർദ്ധിക്കുന്നുണ്ടോ? കോപം നിയന്ത്രിക്കാനാകുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ ആങ്കർ എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് നിയന്ത്രിക്കാനാകുന്നുണ്ടോ? അതുപോലുള്ള പിന്നെ നമ്മുടെ തീരുമാനങ്ങളിൽ മൂല്യങ്ങളുണ്ടോ? മൂല്യബോധമുള്ള തീരുമാനങ്ങളാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, നേരത്തെ പറഞ്ഞു, പ്രകൃതിയുമായിട്ടുള്ള ബന്ധം വരുന്നത്, നമ്മൾ പ്രകൃതിയിലേക്ക് ഓപ്പൺ ആകുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം വ്യക്തമാകുന്നുണ്ടോ? ഈ അപരനോട് ഇടപെടണം എന്ന് പറയുമ്പോൾ അപരനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും, അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിന്റെ ലാളിത്യം എത്രത്തോളം സിമ്പിളായിട്ട് പോകും? നമ്മൾ ഗാഡ്ജറ്റ്സിന്റെ ഇടയിലാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ യൂട്ടിലൈസേഷൻ ഏറ്റവും കുറച്ച് സൂക്ഷിക്കാൻ നമ്മുടെ ശ്രദ്ധയുണ്ടാകുന്നുണ്ടോ? നമ്മുടെ ഉള്ളിലെ ആ ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള അവസ്ഥ വളരുന്നുണ്ടോ? മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആ ഒരു മനോഭാവം വികസിക്കുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ആത്മീയ മാനകത്തെ, ആത്മീയ ഗുണാകത്തെ ബോധ്യപ്പെടാനുള്ള, വിലയിരുത്താനുള്ള അളവുകോലുകളാണ്. ആത്മപരിശോധന നടത്തുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. ഈ ആത്മീയ ഗുണാംഗം ഉണർന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഫലം എന്ന് പറയുന്നത് ഞാൻ മാത്രം, നമ്മൾ മാത്രം എന്നുള്ള ഒരു പരിവർത്തനം ഉണ്ടാകുമ്പോൾ അത് പരസ്പര ബന്ധബോധമാണ് ഉണ്ടാക്കുക. ഇതുണ്ടാക്കാൻ നമുക്ക് വേണ്ടത് പ്രകൃതിയുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതുപോലെ ധ്യാനം, ആത്മപരിശോധന തുടങ്ങിയ കാര്യങ്ങളിലൂടെ നമ്മൾ ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്ക് നമ്മൾ പരിവർത്തിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിന് ഒരു സ്റ്റേബിലിറ്റി ഉണ്ടാവുകയാണ് ചെയ്യുക. അതുപോലെ നമ്മൾ ഏറ്റവും ലളിതമായിട്ടുള്ള ജീവിതമാണ് നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഉപഭോഗം എന്നുള്ള അവസ്ഥയിൽ നിന്നും ലാളിത്യം എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തും. നല്ല സമാധാനം ഉണ്ടാവും, സംതൃപ്തി ഉണ്ടാവും. നമ്മൾ ഈ വിറ്റ്നസ് ചെയ്ത് ജീവിക്കുക, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വിറ്റ്നസ് ചെയ്ത് ജീവിക്കുക. ഞാൻ എവിടെ ജീവിക്കുന്നു, എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള വിറ്റ്നസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഈ റിയാക്ട് ചെയ്യുന്ന സ്വഭാവം നമുക്ക് നല്ലപോലെ കുറയും. ബോധപൂർവം അതിനോട് ഇടപഴകുന്ന, പ്രതിനില കൊള്ളുന്ന ഒരവസ്ഥ വരും. അത് നമ്മുടെ വൈകാരിക പക്വതയിലേക്ക്, ഇമോഷണൽ മെച്യൂരിറ്റിയിലേക്കാണ് നമ്മളത് കൊണ്ടെത്തിക്കുക. നമ്മൾ സേവനങ്ങൾ, മറ്റുള്ളവരോട് സേവനങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിലെ ആ മത്സരഭാവം കുറയും. അപ്പോ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തോന്നും, സംഭാവന ചെയ്യാൻ തോന്നും, അവർക്ക് എന്താണോ വേണ്ടത് അതിനെ സപ്പോർട്ട് ചെയ്യാൻ തോന്നും. അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് നമ്മുടെ ഉള്ളിൽ വളരും. ഈ വർഗീസേട്ടൻ പറഞ്ഞ ആ ജീവിത ധ്യാനം എന്ന് പറയുന്നത് ജീവിതം തന്നെ സാധനയാക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും. ആ സമയത്ത് നമ്മളെല്ലാത്തിനെയും സമ്പാദിക്കുക, അറിവ് സമ്പാദിക്കുക, കഴിവ് സമ്പാദിക്കുക, പണം സമ്പാദിക്കുക, മെറ്റീരിയൽ സമ്പാദിക്കുക എന്നുള്ള ആ സമ്പാദ്യത്തിനു പകരം ജീവിതത്തെ ഒരു ജീവിതത്തിന്റെ പർപ്പസിന് വേണ്ടി ജീവിക്കുന്ന സമയത്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ജീവിതം നമുക്ക് കിട്ടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും, നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മൊത്തത്തിൽ ഈ ഡീപിക്കോളജി എന്നുള്ളത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ മറ്റുള്ളവയും എല്ലാമായിട്ട്, ഞാനും എന്റെ സാഹചര്യവും എന്റെ ചുറ്റുപാടുമുള്ളവരും എന്റെ അകത്തുള്ളതുമായിട്ടുള്ള വേർതിരിവിന് പകരം അത് ഏകതയിലേക്ക് നമുക്ക് ആ സമഗ്ര ബോധ്യം ഉണ്ടാകും. സ്പിരിച്വൽ കോൺഷ്യന്റ് ഈ സമഗ്ര ബോധ്യത്തിലേക്കാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തി എത്തിക്കുക. ഞാൻ ഈ ഏകസത്തയുടെ, പ്രപഞ്ചമെന്ന ഏകസത്തയുടെ അല്ലെങ്കിൽ ലോകമെന്ന ഏകസത്തയുടെ ഭാഗമാണ്, ഞാനൊരു ലോക പൗരനാണ് എന്നുള്ള ബോധ്യത്തിലേക്ക് എത്തും. അത് ഒരു പ്രഖ്യാപിക്കാനുള്ള ഒരു സംവിധാനമായിട്ടല്ല അത് നിൽക്കുക. അങ്ങനെയാണെന്ന് കാണിക്കാനുള്ള, ഈ നമ്മൾ പറയില്ല ആണവമലം എന്ന് പറയില്ല, ഞാൻ നല്ലതാണ് എന്ന് കാണിക്കാനുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. പകരം ഞാനൊരു ലോക പൗരനായിട്ട് നിൽക്കും, ഞാൻ എല്ലാത്തിനോടും ചേർന്നിരിക്കും നിൽക്കും. അപ്പോ നമുക്ക് കിട്ടുന്ന സംതൃപ്തിയാണ്, ജീവിതത്തിന്റെ വ്യക്തതയാണ്, ശാന്തിയാണ്, സമഗ്ര ബോധ്യം. ഇത് എല്ലാം നിങ്ങൾക്ക് ഉള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഇല്ലെങ്കിൽ അതുണ്ടാക്കാനുള്ള പരിശീലനങ്ങൾക്ക് കയറച്ചില്ലേ. ഈ പരിശോധന ഇന്നു മുതൽ ആരംഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.
തുടർന്നു കാണുന്നതിനു മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്